ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ ദേവാലയത്തിലാണ് ഇരിക്കുന്നതെന്നൊരു ബോധം വേണം. സംസാരിക്കുന്നവരോടായിട്ട് പറയാം, ബാക്കിലിരിക്കുന്ന നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അല്പ നിമിഷം. ആദ്യത്തെ ദിവസം ഉണർന്നിരിപ്പീൻ എന്നാണ്. ഉണർന്നിരിക്കും. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തെ ധ്യാന വിഷയം എന്തുവാ? നിർമ്മതരായിരിക്കും. എന്താണ്? നിർമ്മതരായിരിക്കും. ഇത് മൂന്നാം ദിവസമായി. മൂന്നാം ദിവസത്തിൽ എന്തുവാണ്? കഷ്ടം സഹിക്ക എന്നാണ്. കഷ്ടം സഹിക്കുക. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ധ്യാന വിഷയം കഷ്ടം സഹിക്ക എന്നാണ്. രണ്ട് തീമോത്തിയോസ് 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടെ ഇരിക്കാം, കഷ്ടം സഹിക്കാം. നീ എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടെ ഇരിക്കാം, കഷ്ടം സഹിക്കാം. എന്തുവാണ് ജാഗ്രതയോടെ ഇരിക്കുക, കഷ്ടം സഹിക്കുക എന്നൊക്കെ പറയുന്നത്? ശ്രദ്ധിച്ചേ. നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുക, കാത്തിരിക്കുക. ഇനി എന്തൊക്കെയോ വരാനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പ്രത്യാശയോടെ ഇരിക്കുക. ആ പ്രത്യാശ വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് കൂടെ ആരുണ്ട്? കഷ്ടമുണ്ട്. എന്താണ്? കഷ്ടമുണ്ട്. എന്താണ് ഈ കഷ്ടം എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ. സംസാരിക്കാതിരിക്കാൻ ആദ്യമേ പറഞ്ഞു. ഇത് വെറുതെ ക്ലാസ് അല്ല. ധ്യാനത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പിറ്റേ ദിവസം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. കാരണം നിങ്ങളുടെ ഈ അലസതയാണ്. പള്ളിയിൽ വരുമ്പോൾ നമ്മൾ അലസരായിട്ടിരിക്കാനല്ല.